പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജനുവരി 7 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. ഏതൊരു പരീക്ഷയിലും എവിടെയും നമുക്ക് കാണാൻ സാധിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സമയം ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് ജനുവരി 7 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: Goa shipyard launches new fast petrol vessel on 5 January 2025. ഗോവ ഷിപ്പ്യാർഡ് 5 ജനുവരി 2025 പുതിയ ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ പുറത്തിറക്കി. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ചെറിയ കപ്പലുകൾ ഗോവ ഷിപ്പ്യാർഡ് ലോഞ്ച് ചെയ്തു. ഈ കഴിഞ്ഞ ജനുവരി 5-ാം തീയതി, അതായത് 2 ദിവസം മുമ്പ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2 ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ FPV ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി അമൂല്യയും അക്ഷയും നിർമ്മിച്ചത് ഏത് കപ്പൽശാലയിലാണ്? ഗോവ കപ്പൽശാല ലിമിറ്റഡ്. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി 2 ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള 2 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് പെട്രോളിംഗ് വെസൽസ് ഇതാണ്. അമൂല്യ, അക്ഷയ് എന്ന് പറയുന്ന ഈ 2 ചെറിയ കപ്പലുകൾ. ഇതിനെ പറയുന്ന പേരാണ് FPV, അതായത് ഫാസ്റ്റ് പെട്രോൾ വെസൽസ്. ഇത് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയാണ്. 2023 മാർച്ചിലെ കരാർ പ്രകാരം ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് 473 കോടി രൂപയ്ക്ക് എത്ര ഫാസ്റ്റ് പെട്രോളുകൾ നിർമ്മിക്കാൻ സമ്മതിച്ചു? 8 ഫാസ്റ്റ് പെട്രോൾ വെസൽസ്. 8 ഫാസ്റ്റ് പെട്രോൾ വെസലുകളാണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി നിർമ്മിക്കാൻ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇത് 2023 473 കോടി രൂപയ്ക്കാണ് 8 ഫാസ്റ്റ് പെട്രോൾസ്, അതായത് അത്രയും വില വരുന്ന 8 ഫാസ്റ്റ് പെട്രോൾ വെസൽസ് ആണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇത് 2023 മാർച്ചിലാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ആദ്യത്തെ 2 ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ ഏതാണ്? ആദമ്യ ആൻഡ് അക്ഷർ. ആദമ്യ, അക്ഷർ എന്ന 2 ഫാസ്റ്റ് പെട്രോൾ വെസൽ ആണ് ഇതിനു മുമ്പ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു. ആ 2 FPV ഫാസ്റ്റ് പെട്രോൾ വെസൽസ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കൈമാറിയിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അമൂല്യ, അക്ഷയ് എന്ന് പറയുന്ന 2 കപ്പൽ ആണ്, FPV ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച 3ാമത്തെയും 4ാമത്തെയും ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ ഏതാണ്? അമൂല്യ ആൻഡ് അക്ഷയ്. ഇപ്പൊ 8 FPV, അതായത് ഫാസ്റ്റ് പെട്രോൾ വെസൽസിന്റെ കരാറിൽ ആദ്യത്തെ 2 ആദമ്യ ആൻഡ് അക്ഷർ. അത് കഴിഞ്ഞിട്ട് പിന്നെ 3ാമത്തെ 4ാമത്തെ പറയുമ്പോൾ അമൂല്യ ആൻഡ് അക്ഷയ്, അതായത് ഈ കഴിഞ്ഞ 5-ാം തീയതി പുറത്തിറക്കിയിട്ടുള്ള FPV, അതായത് ഫാസ്റ്റ് പെട്രോൾ വെസൽസ്. ആകെ 8 ഫാസ്റ്റ് പെട്രോൾ വെസൽസിൽ 4 പണി പൂർത്തിയായി. ഇനി അടുത്ത 4 കൂടി ലോഞ്ച് ചെയ്യാനുണ്ട്. ആകെ 473 കോടി രൂപയുടെ ഒരു കരാർ ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കരാർ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: R. ചിദംബരം, ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ, ഡൈസ് അറ്റ് 88. ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധയുടെ ശില്പി R. ചിദംബരം 88 വയസ്സ് അന്തരിച്ചു. മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയായിരുന്നു. അതായത് R. ചിദംബരം, ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. നമുക്കറിയാമായിരിക്കും എന്താണ് ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്നത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ജനുവരി 4 അന്തരിച്ച രാജഗോപാൽ ചിദംബരം ഏത് മേഖലയിലെ പ്രശസ്തനായിരുന്നു? ന്യൂക്ലിയർ സയൻസ്. അന്തരിച്ച 88 വയസ്സുള്ള രാജഗോപാല ചിദംബരം, അദ്ദേഹം ഈ കഴിഞ്ഞ ജനുവരി 4-ാം തീയതി അന്തരിച്ചു. അദ്ദേഹം ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയിരുന്നു. ഇന്ത്യയുടെ ആണവ ശാസ്ത്രജ്ഞനായ രാജഗോപാൽ ചിദംബരം ഇന്ത്യയുടെ ഏത് 2 പ്രധാന പരീക്ഷണങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചു? പോക്രാൻ 1, പോക്രാൻ 2 ന്യൂക്ലിയർ ടെസ്റ്റ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട 2 ആണവ പരീക്ഷണങ്ങളായിരുന്നു പോക്രാൻ 1, പോക്രാൻ 2 എന്ന പരീക്ഷണങ്ങൾ. ഇതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു രാജഗോപാല ചിദംബരം. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ജനുവരി 4-ാം തീയതി 88-ാമത്തെ വയസ്സിൽ അന്തരിച്ചത്. 1974
മെയ് 18 നടത്തിയ പോക്രാൻ 1 ആണവ പരീക്ഷണത്തിന്റെ വിളിപ്പേര് എന്താണ്? ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്നറിയപ്പെടുന്ന 1974 മെയ് 18 നടത്തിയിട്ടുള്ള പോക്രാൻ 1 എന്ന ആ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ്, ഇതിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു രാജഗോപാല ചിദംബരം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ ഈ ഒരു മരണം മിക്കവാറും പത്രങ്ങൾ എടുത്തു കാണിച്ചിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. പോക്രാൻ 1 ഇത് നടന്നിട്ടുള്ളത് 1974 മെയ് 18 മെയ് 18 ആ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധി. 1998 മെയ് 11, 13 തീയതികളിൽ നടത്തിയ പോക്രാൻ 2 ആണവ പരീക്ഷണത്തിന്റെ വിളിപ്പേരെന്താണ്? ഓപ്പറേഷൻ ശക്തി. ഇന്ത്യ നടത്തിയിട്ടുള്ള 2 ആണവ ശേഷി, അതായത് ന്യൂക്ലിയർ ടെസ്റ്റ് ആണ്. ഒന്ന് പോക്രാൻ 1, മറ്റൊന്ന് പോക്രാൻ 2. അപ്പോൾ പോക്രാൻ 1 ഇത് രാജസ്ഥാനിലെ ഒരു ഫയറിംഗ് റേഞ്ച് ആണ്. ഇവിടെ വെച്ചാണ് ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ ഒരു പരീക്ഷണം. ഇതിൽ ഫസ്റ്റ് 1974 മെയ് 18 ആണെങ്കിൽ രണ്ടാമത്തേത് 1998 11th and 13th മെയ് ആയിരുന്നു. ആ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ശക്തി. ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട 2 ഓപ്പറേഷൻസ് ആയിരുന്നു പോക്രാൻ 1 ആൻഡ് പോക്രാൻ 2. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, എയ്റോ ഇന്ത്യ 2025 ഈസ് ടു ബി ഹെൽഡ് ഇൻ ബാംഗ്ലൂരു ഫ്രം ഫെബ്രുവരി 10 to 14. എയ്റോ ഇന്ത്യ 2025 ഫെബ്രുവരി 10 മുതൽ 14 വരെ ബാംഗ്ലൂർ നടക്കും. എല്ലാ 2 വർഷം കൂടും നടത്തുന്ന ഒരു എയ്റോ ഷോ ആണ്. ഏഷ്യയിലും പറയുമ്പോൾ ഏറ്റവും വലിയൊരു എയ്റോ ഷോ ആണ് എയ്റോ ഇന്ത്യ 2025 എന്ന് പറയുന്ന ഈ ഒരു എയ്റോ ഷോ. ഇത് നടക്കാൻ പോകുന്നത് ഫെബ്രുവരി 10 മുതൽ 14 വരെ ബാംഗ്ലൂരിലാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏഷ്യയിലെ ഏറ്റവും വലിയ എയ്റോ ഷോയായ എയ്റോ ഇന്ത്യയുടെ 15ാമത് എഡിഷൻ 2025 ഫെബ്രുവരി 10 മുതൽ 14 വരെ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? യലഹങ്ക എയർബേസ്, ബാംഗ്ലൂരു. എയർഫോഴ്സിന്റെ ഒരു എയർബേസ് ആണ് യലഹങ്ക. ബാംഗ്ലൂരിലുള്ള യലഹങ്ക എയർബേസിൽ വെച്ചാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ എയ്റോ ഷോ ആയ എയ്റോ ഇന്ത്യ നടക്കാൻ പോകുന്നത്. ഇത് ഫെബ്രുവരി 10 മുതൽ ഫെബ്രുവരി 14 വരെയായിരിക്കും. ഏത് എയ്റോ ഇന്ത്യയുടെ തീം ആണ് ബ്രിഡ്ജ്, അതായത് ബിൽഡിംഗ് റിസൈലൻസ് ത്രൂ ഇന്റർനാഷണൽ ഡിഫൻസ് ആൻഡ് ഗ്ലോബൽ എൻഗേജ്മെന്റ്. എയ്റോ ഇന്ത്യ 15ാം പതിപ്പ്. ഇപ്പോൾ നടക്കാൻ പോകുന്ന എയ്റോ ഇന്ത്യ ഇത് 15ാമത്തെ എയ്റോ ഇന്ത്യ ആണ്. ഇതിന്റെ ഒരു തീം ആണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്നാൽ ബിൽഡിംഗ് റെസിലിയൻസ് ത്രൂ ഇന്റർനാഷണൽ ഡിഫൻസ് ആൻഡ് ഗ്ലോബൽ എൻഗേജ്മെന്റ്. 2023 എയ്റോ ഇന്ത്യ എയ്റോ ഷോയുടെ 14ാമത്തെ പതിപ്പിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 98 രാജ്യങ്ങൾ, 809 പ്രദർശകരും. അതായത് കഴിഞ്ഞ 2023 ഓരോ 2 വർഷം കൂടെ നടത്തുന്ന ഒരു എയ്റോ ഷോ ആണ്. ഈ എയ്റോ ഷോയുടെ കഴിഞ്ഞ എയ്റോ ഷോ നടന്നിട്ടുള്ളത് 2023 2023 നടന്നിട്ടുള്ള എയ്റോ ഇന്ത്യ ആ ഒരു എയ്റോ ഷോയിൽ 98 രാജ്യങ്ങൾ ആണ് പങ്കെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ 809 എക്സിബിറ്റേഴ്സ്, പ്രദർശകർ, സ്റ്റോൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 7 ലക്ഷം പേരാണ് ആ ഒരു എയ്റോ ഇന്ത്യയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ പ്രാവശ്യം വരാൻ പോകുന്ന, അതായത് ഫെബ്രുവരി 10 മുതൽ നടക്കാൻ പോകുന്ന എയ്റോ ഇന്ത്യയിൽ വലിയൊരു ക്രൗഡ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ രാജ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ദുബായ് റാങ്ക്സ് ഇൻ ദ ടോപ്പ് 10 ഇൻ ദ ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സ്. ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സിൽ ആദ്യ 10 ദുബായ് ഇടം പിടിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ടോപ്പ് ലെവലിലും അതുപോലെ തന്നെ ആഗോളതലത്തിൽ ടോപ്പ് 10 വന്നിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ദുബായ് ആണ് ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സിൽ. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സ് 2024 ദുബായിയുടെ റാങ്ക് എത്രയാണ്? 8 റാങ്ക്. അതായത് ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള ആ ഒരു സൂചികയിൽ, ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന സൂചികയിൽ 8ാമത്തെ പൊസിഷൻ ആണ് ദുബായിക്ക് വന്നിട്ടുള്ളത്. ഇത് മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ദുബായ് ഈസ് ഇൻ ദ ടോപ്പ് 10 ഓഫ് ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സ് GPCI. ആരാണ് ദുബായിയുടെ കിരീടാവകാശി? ഹൂ ഇസ് ദ ക്രൗൺ പ്രിൻസ് ഓഫ് ദുബായ്? ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം. ദുബായിയുടെ പ്രൈം മിനിസ്റ്ററും ഒപ്പം തന്നെ ദുബായിയുടെ ക്രൗൺ ആണ്, ദുബായിയുടെ ക്രൗൺ പ്രിൻസ് ആണ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ലീഡർഷിപ്പിലൂടെയാണ് ദുബായ്ക്ക്, അതായത് ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സിൽ 8ാമത്തെ പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചതും മിഡിൽ ഈസ്റ്റ് തന്നെ പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവൽ വരാൻ സാധിച്ചിട്ടുള്ളതും.
ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സിൽ ദുബായ് ആദ്യ 10-ൽ ഇടം നേടിയതിൻ്റെ ഹൈലൈറ്റുകൾ എന്തൊക്കെയാണ്? നവീകരണം, സാമ്പത്തിക വളർച്ച, ആഗോള കണക്ടിവിറ്റി എന്നിവയിൽ നേതൃത്വം. അതായത് ഈ ഒരു ഇൻഡെക്സിൽ, ഈ ഒരു സൂചികയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ലീഡർഷിപ്പ് ഇൻ ഇന്നൊവേഷനാണ്. പുതിയ പുതിയ കാര്യങ്ങളിലേക്കുള്ള അവരുടെ കണ്ടുപിടുത്തങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വളർച്ച, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഗ്ലോബൽ കണക്ടിവിറ്റി, ആഗോളതലത്തിലുള്ള ഒരു കണക്ടിവിറ്റി, ഇവയെല്ലാമാണ് ദുബായിനെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിച്ചിട്ടുള്ള ഈ ഒരു ഇൻഡെക്സിൽ വരാൻ കാരണം. ആരാണ് ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സ് GPC ആയി വർഷം തോറും പുറത്തിറക്കുന്നത്? ജപ്പാനിലെ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷൻ. ജപ്പാന്റെ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷൻ ആണ് ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. എല്ലാ വർഷവും പുറത്തിറക്കുന്ന ഒരു സൂചികയാണ് ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സ് GPCI. ഒരു ന്യൂസ് ഹെഡിംഗ് ആണിത്. പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 എംപവറിംഗ് വുമൻ ലീഡേഴ്സ്. പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 വനിതാ നേതാക്കളെ ശാക്തീകരിക്കുന്നു. വുമൻ എംപവർമെന്റ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 6-ന് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്സഭയുടെ സ്പീക്കർ ആണ് ഓം ബിർള. വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്ന അദ്ദേഹം ഓം ബിർള. ഈ കഴിഞ്ഞ ജനുവരി 6, അതായത് ഇന്നലെയാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 2025 ജനുവരി 6-ന് 22 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 502 വനിതാ പ്രതിനിധികൾ ഏത് പരിപാടിയിലാണ് പങ്കെടുത്തത്? പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0. ഈ കഴിഞ്ഞ ജനുവരി 6-ാം തീയതി, അതായത് ഇന്നലെ, 22 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾ, ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തികളാണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇന്ത്യയിലെ പാർലമെന്റ് സിസ്റ്റം എന്താണെന്നും പാർലമെന്റിലെ പ്രൊസീജിയേഴ്സ് എന്താണെന്നും ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ജനുവരി 6-ാം തീയതി. പാർലമെന്ററി റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസിയുമായി പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 സംഘടിപ്പിച്ച മന്ത്രാലയം ഏത്? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സ് ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ. പ്രൈഡ് എന്നാൽ പാർലമെന്ററി റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി. പ്രൈഡ്, ഒപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ, ഈ 3 സംഘടന ഒരുമിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ഒന്നാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0. ഇത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള 502 വനിതാ റെപ്രസെൻറ്റേറ്റീവ്സിന് നൽകിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് പഞ്ചായത്ത് സേ പാർലമെന്റ് എന്ന പ്രോഗ്രാം. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് ടോർച്ച് ബെയറർ തേജസ്വിനി ഇലുമിനേറ്റ്സ് പാർട്ട് 2 38th നാഷണൽ ഗെയിംസ്. 38ാമത് ദേശീയ ഗെയിംസിലേക്കുള്ള വഴി തെളിച്ച പന്തം കൊളുത്തി, അതായത് ടോർച്ച് തേജസ്വിനി. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട, നാഷണൽ ഗെയിംസ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണിത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 38ാമത് ദേശീയ ഗെയിംസിനുള്ള വിളക്കിന്റെ പേരെന്ത്? തേജസ്വിനി. അതായത് 38 നാഷണൽ ഗെയിംസ് നടക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. ഈ ഒരു നാഷണൽ ഗെയിംസിന്റെ ടോർച്ച്, ഈ ടോർച്ചിന്റെ പേരാണ് തേജസ്വിനി. ഓരോ സ്പോർട്സ് ഈവന്റും നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടോർച്ച്. ആ ദീപത്തിന്റെ പേരാണ് തേജസ്വിനി. 38ാമത്തെ നാഷണൽ ഗെയിംസിന്റെ ടോർച്ച് ആണ് തേജസ്വിനി. ഡിസംബർ 26-ന് ഹൽദ്വാനിൽ നിന്ന് 38ാമത് ദേശീയ ഗെയിംസിനുള്ള ടോർച്ച് റാലി ആരംഭിച്ച ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ പേര് പുഷ്കർ സിംഗ് ധാമി. അതായത് ഈ ടോർച്ച് റാലിയുടെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പുഷ്കർ സിംഗ് ധാമിയാണ്. ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് പുഷ്കർ സിംഗ് ധാമി. ആ സംസ്ഥാനത്തിന്റെ ക്യാപിറ്റൽ ആണ് ഡെറാഡൂൺ. ഈ കഴിഞ്ഞ ഡിസംബർ 26-ാം തീയതിയാണ് 38ാമത്തെ ദേശീയ ഗെയിംസിനുള്ള ആ ടോർച്ച് റാലി ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഹൽദ്വാനി എന്ന സ്ഥലത്തു നിന്നാണ്. ഏത് തീയതി മുതൽ 38ാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ ആരംഭിക്കും? 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ.
അതായത് ഈ വരുന്ന ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെയാണ് 38ാമത്തെ ദേശീയ ഗെയിംസ്. ഇത് നടക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.